ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഞാൻ 2 തവണ ഇത് ചെയ്തിട്ടുണ്ട്. ആകാശിക് റെക്കോർഡ് റീഡിങ്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ആകാശിക് റെക്കോർഡ് എന്താണെന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഈ ആകാശ എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ലൈബ്രറിയാണ്. നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ, നമ്മളുടെ ഇനിയുള്ള ജീവിതത്തിലെ കർമ്മങ്ങൾ, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി ഫീൽഡാണ് ആകാശ. അപ്പം നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഓരോ അനുഭവങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം, നമ്മളുടെ കഴിഞ്ഞ ജീവിതം, നമ്മളുടെ ഒരു ലൈഫ് പാറ്റേൺ, നമ്മളുടെ ലൈഫ് പർപ്പസ്, ഇതൊക്കെ നമുക്ക് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് കർമ്മമാണ് ഈ ഒരു ജന്മത്തിൽ നമ്മൾ തുടർന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ബ്ലോക്കേജാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് കർമ്മം ചെയ്തതിൻ്റെ ബ്ലോക്കാണ് ഈ ഒരു ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ, നമ്മളുടെ അസുഖങ്ങൾ, പിന്നെ നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് നമുക്ക് ഈ ആകാശിക് റീഡിങ്ങിലൂടെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് 3 പയൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആദ്യത്തത് ഈ മൂൺ സ്റ്റോൺ ആണ്, മൂൺ സ്റ്റോണിൻ്റെ ഈ ഒരു ബ്രേസ്ലെറ്റ്. രണ്ടാമത്തത് സൺസ്റ്റോൺ ആണിത്, സൺസ്റ്റോണിൻ്റെ ഒരു ബ്രേസ്ലെറ്റ്. 3ാമത്തെ പയൽ ടർക്കോയിസ് എന്ന് പറയുന്ന ഒരു സ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റ്. ഈ 3 ബ്രേസ്ലെറ്റ്സ് ആണ് ഞാൻ ഇന്ന് 3 പയലായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്ക് ഇതിൽ ഈ 3 സ്റ്റോണിൽ, ഈ 3 ബ്രേസ്ലെറ്റ്സിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത്, അത് നിങ്ങളുടെ പയലായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. ഇത് മൂൺ സ്റ്റോൺ ആണ്, പിന്നെ ഇത് സൺസ്റ്റോൺ ആണ്, ഇത് ടർക്കോയിസ് ആണ്. അപ്പോൾ ഈ 3 സ്റ്റോണിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഒരു ഇംപ്രസീവായി തോന്നിയത്, അത് നിങ്ങളുടെ പയലായിട്ട് തിരഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ആദ്യം മൂൺ സ്റ്റോൺ, ആദ്യത്തെ പയൽ, അല്ലെങ്കിൽ നിങ്ങൾ 1, 2, 3 എടുത്താലും മതി കേട്ടോ. ആദ്യത്തെ പയൽ മൂൺ സ്റ്റോണിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് ആകാശിക് റെക്കോർഡിൽ, നിങ്ങളുടെ ആകാശിക് റെക്കോർഡിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്, എന്ത് കർമ്മയാണ് നിങ്ങൾ ബാക്കി വെച്ചിട്ടുള്ളത്, നമുക്ക് നോക്കാം. ദ കിങ് ഓഫ് റോസസ്, ദ ക്യൂൻ ഓഫ് റോസസ്, പാസ്റ്റ് ലൈഫ് ഓറക്കിളിൽ നിന്ന് ആർക്കേഞ്ചൽ ഹാനിയൽ, എക്സ്പ്ലോറർ, ഒന്നുകൂടി നോക്കാം, ഫൈൻഡിങ് ലവ്. ഇതൊരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു റീഡിംഗ് പോലെയാണ് കാണാൻ പറ്റണത്. റിലേഷൻഷിപ്പിൽ കുറച്ച് കാർമിക് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്കിനി ടാര് നോക്കാം. ഹൈറഫൻ്റ്, 5 ഓഫ് കപ്പ്. ഈ റീഡിങ്ങിൽ ഇത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതിൽ കിങ് ഓഫ് റോസസും ക്യൂൻ ഓഫ് റോസസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിൽ
വിചാരിക്കുന്ന വ്യക്തിയും. അപ്പോൾ ഇതിൽ കൂടുതലും റിലേഷൻഷിപ്പ് സ്ട്രഗിൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പയൽ തിരഞ്ഞെടുത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇതിൽ കിങ് ഓഫ് റോസസും ക്യൂൻ ഓഫ് റോസസും കിങ് ഓഫ് റോസസും ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ഇതൊരു സാധാരണ ബന്ധമല്ല, ഇതൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ഒരു ബന്ധമായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങൾ ഒരു അത്രയും ലൈഫ് പാർട്ട്ണർ പോലെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നിരിക്കാം, അങ്ങനെയുള്ള വ്യക്തികളായിരുന്നിരിക്കാം. പക്ഷേ ഇവിടെ 5 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നത് നിങ്ങൾക്ക് ഇതിലൊരു നിരാശ ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ പെയിൻ ഉണ്ടായിട്ടുണ്ടാകാം. ഒന്നുകിൽ ഈ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പൂർത്തിയാകാതെ പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി വളരെയധികം വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഹർട്ടായിട്ടുണ്ടായിരിക്കാം എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു ബന്ധം ഫുൾഫിൽ ചെയ്യാതെ ഇത് തീർന്നു പോയിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് വീണ്ടും ഈ ജന്മത്തിൽ വീണ്ടും ഈ വ്യക്തിയെ നിങ്ങൾ കാണാനിടയായി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ വീണ്ടും നിങ്ങൾ ഈ ഒരാളിനെ കണ്ടുമുട്ടിയതെന്ന് മനസ്സിലാക്കുക. കാരണം ഈ ഒരു ബന്ധം ഒരു പരിപൂർണതയിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ക്ലോഷറിന് വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ വീണ്ടും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കാണാനിടയായത്, അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടാനിടയായത്. കാരണം ഈ ജന്മത്തിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരുപാട് സെപ്പറേഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരുപാട് ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഹൈറഫൻറ്റ് കാണിക്കുന്നത് ഇത് ഹൈറഫൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു വിവാഹം എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും അങ്ങനെ ഇല്ലെങ്കിലും ഒരു സോൾ കോൺട്രാക്റ്റ് എടുത്തിരുന്ന ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് ഈ ഒരു ജന്മത്തിൽ അത് പൂർത്തിയാകാതെ വരുന്ന ബന്ധങ്ങളെല്ലാം വീണ്ടും അത് തിരിച്ചു വരും എന്നുള്ളതാണ്. അത് ആ ഒരു കോൺട്രാക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ചെയ്തു തീർക്കാതെ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയി കഴിയുമ്പം അത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഈ ഒരു ജന്മത്തിൽ ഈ ഒരു വ്യക്തിയെ കാണാനിടയായി എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ പിന്നെ നമുക്ക് ആർക്കേഞ്ചൽ ഹാനിയിൽ വന്നിട്ടുണ്ട്. ആർക്കേഞ്ചൽ ഹാനിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കേഞ്ചൽ ഹാനിയിൽ പറയുന്നത് ഇത് ഒരു ഡിവൈൻ ഗൈഡൻസ് ഉള്ള ഒരു ബന്ധമാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കത് ചിലപ്പം അത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയെ ഞാൻ യാദൃച്ഛികമായിട്ടല്ല കണ്ടത്. ഇത് ഈ ഒരാളിൽ നിന്നും എനിക്ക് പഠിക്കാൻ കുറേ പാഠങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഇതിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ കേൾക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ സോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ ഒരു വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് തോന്നുന്നുണ്ട്, എന്തോ പൂർത്തിയാകാത്ത എന്തോ ഒരു കർമ്മ ബാലൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരാൾ നിങ്ങളിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഈ ട്രാവലർ എന്ന് പറയുന്ന കാർഡ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ യാത്രയിൽ പരിചയപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിരുന്ന ആൾക്കാരോ ആയിരിക്കാം. ചിലപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങളൊരു യാത്രയിലായിരിക്കണം പരിചയപ്പെട്ടത്, അങ്ങനെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ലോങ് ഡിസ്റ്റൻസ് ഉള്ള ആൾക്കാരായിരിക്കാം ഈ ഒരു ജന്മത്തിൽ, അതങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ സെപ്പറേഷൻ്റെ കാരണം ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം എന്നാണ് കാണുന്നത്. ഇതിൽ കണ്ടില്ലേ സ്പൗസ് അല്ലെങ്കിൽ ലവർ എന്നാണ്. ഇതിൽ വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് റോസസും കിങ് ഓഫ് റോസസും ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തിയ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നിരിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു
ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് ഇത് വന്നിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ബോണ്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. ഹൈറഫിൻ്റെ ഒരു ട്രഡീഷണൽ മാരേജിൻ്റെ ഒരു കാർഡാണ്. തൊട്ടടുത്ത് വന്നിട്ടുള്ള സ്പൗസും ലവറുമാണ്. അപ്പം നിങ്ങൾ ഒന്നുകിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകാൻ പറ്റാതെ സെപ്പറേറ്റഡ് ആയി പോയ ആൾക്കാരുടെയോ എനർജിയാണ്. അതിൽ നിരാശയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ പാസ്റ്റ് ലൈഫിലെ ആ ഒരു പെയിൻ നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം എന്നുള്ളതാണ്. അപ്പോൾ ആ പെയിൻ റിലീസ് ചെയ്ത് നിങ്ങൾ ഫ്രീ ആകണം. ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഒരു കാർമിക് പാറ്റേണുള്ള ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പാണത്. അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായും നിങ്ങൾ റിലീസ് ചെയ്യണം നിങ്ങളുടെ മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ ആ കർമ്മ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു വേദന പൂർണ്ണമായും നിങ്ങൾ റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ഹീൽ ചെയ്ത് ഈ ഒരു ബന്ധം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലും ചിലപ്പം സെപ്പറേറ്റ് ആയി പോയി, ആ വേദനയോടുകൂടി നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയി എന്നുള്ളതാണ്. പിന്നെ കാണാനും പറ്റിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ വേദനയോടുകൂടി നിങ്ങൾ ഈ ഭൂമി വിട്ടു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടുന്ന പാഠം എന്താണ് എന്ന് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക. അതിന് ഞാനൊരു കാർഡ് കൂടി എടുക്കാം. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു കാർഡ് കൂടി എടുക്കാം. നോക്കാം. പ്രിൻസസ് ഓഫ് കോയിൻസും ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി കിട്ടിയത് ഹൈ പ്രീസ്റ്റസും പ്രിൻസസ് ഓഫ് കോയിൻസും ആണ്. അപ്പോൾ ഈ ഒരു ബന്ധം ഈ ജന്മത്തിൽ നിങ്ങൾ കുറച്ചുകൂടി അടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാരണം വളരെ സ്ലോലി ആയിരിക്കും, പക്ഷേ ഷുവറായിട്ട് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്കലി നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത ആൾക്കാർ, അതായത് ചിലപ്പോൾ ഒരുമിച്ച് വിവാഹം എന്നുള്ള കാര്യത്തിലൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത ആൾക്കാരുടെ എനർജിയും കൂടെ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ളൊരു മനസ്സുകൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് തീർത്തും കണക്റ്റഡ് ആണെന്നും, ഈ ഒരു ജന്മത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ കംപ്ലീറ്റ് ആണെന്നും സ്വയം മനസ്സിലാക്കുക. കാരണം അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ, ഹൈ പ്രീസ്റ്റസ് ഇൻഡ്യൂട്ടീവായിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചു തന്നെ ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് ഓവറോൾ ഒരു എനർജി വരുന്നത്, ഈ ഒരു ലൈഫിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യാതെ പോയാൽ വീണ്ടും അടുത്ത ജന്മത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടേണ്ടി വരും. അതിൻ്റെ കൂടെ ചിലപ്പോൾ പല കാർമികമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളെ അലട്ടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉള്ള ആൾക്കാർ, ഈ ഒരു വ്യക്തിയുമായിട്ട് ഇഷ്യൂ ഉള്ള ആൾക്കാർ പൂർണ്ണമായും അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ആൾക്കാർക്ക് ഇത് കംപ്ലീറ്റ് ആകാനുള്ളൊരു അവസരവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഹീല് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം പൂർണ്ണമായും നിങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ആകാശിക് റെക്കോർഡിൽ നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിരാശയുണ്ട്, ആ നിരാശ മാറ്റിക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ, അതായത് ഈ മൂൺ സ്റ്റോൺ എടുത്ത ആൾക്കാരുടെ റീഡിങ്. അപ്പം നമുക്ക് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് പൈലാണ് എടുത്തതെന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള റീഡിങ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് ഓരോ വീക്കിലും ഓരോ റീഡിങ്ങെങ്കിലും ഇട്ട് തരാൻ ശ്രമിക്കാം. താങ്ക് യു. സെക്കൻഡ് പൈൽ എടുത്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ, അതായത് ഈ ഒരു സൺസ്റ്റോൺ എടുത്ത ആൾക്കാർ, ഇത് സൺസ്റ്റോൺ ആണ്. അപ്പോൾ ഈ സൺസ്റ്റോൺ എടുത്ത ആൾക്കാരുടെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം?
എന്ത് കാര്യമാണ് നിങ്ങൾ ഈ ഒരു ജന്മം കൊണ്ട് പഠിക്കേണ്ടത്, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഹീലാകാത്തത് എന്താണുള്ളത് നമുക്ക് നോക്കാം. Three of Scrolls, Archangel Gabriel. Service, Idyllic Memories, ആർക്കേഞ്ചൽ മെട്രട്രോൺ. അടുത്ത് ഈ ആർക്കേഞ്ചൽ മെട്രട്രോൺ ആണ് നമ്മളുടെ ആകാശിക് റെക്കോർഡിൻ്റെ നമ്മുടെ ലൈബ്രേറിയനാണ് ആർക്കേഞ്ചൽ മെട്രട്രോൺ. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് അതുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആകാശിക് റെക്കോർഡാണ് ഇത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആകാശിക് റെക്കോർഡാണ് ഈ ഒരു ബുക്ക്. ഈ ബുക്കുമായിട്ട് നിൽക്കുന്ന ഒരു ഏഞ്ചലിനെയാണ് ഇതിനകത്ത് കിട്ടിയത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് കൂടുതൽ വന്നിട്ടുള്ളത് നോക്കാം. ടെൻ ഓഫ് കോയിൻസ്, 6 ഓഫ് കപ്പ്, 8 ഓഫ് സോൾസ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് സെറ്റിംഗ് യുവർ കോഴ്സാണ്. 3 ഓഫ് സ്ക്രോൾസിൻ്റെ എനർജിയാണ് സെറ്റിംഗ് യുവർ കോഴ്സ്. അപ്പോൾ ഇതിൽ ഒരു ഓവറോൾ എനർജി വന്നിട്ടുള്ളത് നിങ്ങൾ വളരെ അറിവും കഴിവും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം, പക്ഷെ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ ഉയർച്ച വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് 10 ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സാമ്പത്തിക ശേഷി വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതെവിടെയോ ഒരു ബ്ലോക്ക് വന്ന് കിടക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരു വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ച ഒരാളായിരിക്കും. അപ്പോൾ ഈ ജന്മത്തിലും നിങ്ങൾക്ക് ഒരു അധികം ആരുമില്ലാത്ത ഒരു സ്ഥലത്ത്, കൂടുതൽ കൺജസ്റ്റഡ് അല്ലാത്തൊരു സ്ഥലത്ത് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വളരെ പീസ്ഫുള്ളി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കുറേ ആൾക്കാരുടെ തിക്കും തിരക്കും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നല്ല ഒരു സിമ്പിൾ ലൈഫ്, എന്നാൽ സിമ്പിളായിട്ടുള്ള ലൈഫാണെങ്കിലും വളരെ സമാധാനവും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ സർവീസ് ചെയ്തിരുന്ന ആളാണെന്നുള്ളതാണ്. ആർക്ക് ആവശ്യമുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ സേവിച്ചിരുന്ന ആൾക്കാരാണ്. സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഈ ജന്മത്തിൽ നിങ്ങൾ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ സഹായം ചെയ്തിരുന്ന ആളാണ്, സർവീസ് ചെയ്തിരുന്ന ആളാണ്. അത് സന്തോഷത്തോടെ, അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ, മറ്റുള്ളവരെ സർവീസ് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ, അത് എൻ്റെ ഡ്യൂട്ടിയാണെന്നുള്ളത് മാത്രമല്ല, അത് എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമായിട്ട് നിങ്ങൾ ഈ ജന്മത്തിലും ചെയ്തിട്ടുണ്ടായിരിക്കാം, കഴിഞ്ഞ ജന്മത്തിലും നിങ്ങളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ആർക്കേഞ്ചൽ മെട്രട്രോൺ ആണ്. അപ്പം നിങ്ങൾ ധാരാളം അറിവുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. ആർക്കേഞ്ചൽ മെട്രട്രോൺ നിങ്ങളെ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ എഴുതുകയും പഠിക്കുകയും അറിവ് നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ആഗ്രഹം മറ്റുള്ളവരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സർവീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനെന്തോ ഒരു ബ്ലോക്കുണ്ട്, എവിടെയോ ഒരു ബ്ലോക്ക് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആർക്കേഞ്ചൽ ഗബ്രിയേൽ പറയുന്നതും നിങ്ങളുടെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെയും കാർഡാണ് കേട്ടോ. ഇതും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. അപ്പം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന്. കാരണം ഒരു മീഡിയയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് അറിവ് കിട്ടാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനെവിടെയോ ഒരു ബ്ലോക്ക് ഉള്ളതാണ് ഈ ഒരു 8 ഓഫ് സോർഡ്സ്. നിങ്ങൾക്കത്
എന്തോ നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന എന്തോ ഒരു സംഗതി ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇത് ചിലപ്പോൾ 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇത് പാസ്റ്റുമായി വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാർഡാണ്. ഇതിൽ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്ന ഏതോ വ്യക്തികളോ അല്ലെങ്കിൽ ഈ വ്യക്തികൾ തന്ന വേദനകളോ നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങൾ തന്നെ മാറ്റുക. ഇപ്പം നമ്മൾ വിചാരിച്ചാലേ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിൽ വേറെ ആർക്കും ഒരു ഭാഗവും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സർവീസ് ചെയ്യുക. സർവീസ് ചെയ്യുന്നത് ചിലപ്പം മറ്റുള്ളവർക്ക് നല്ല ഗൈഡൻസ് കൊടുക്കുകയും നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങളിലൂടെ ആൾക്കാർ ഹീലാകും. വളരെ വലിയ അറിവ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നിങ്ങളുടെ സോളിൽ ആൾറെഡി ഒരുപാട് അറിവുകളുണ്ട്. കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ, ചെയ്തിരുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ സോളിലുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മാത്രം മതി. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ തന്നെ ഒരുപാട് മതഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് വായിക്കുന്ന ആൾക്കാരായിരിക്കാം. അതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇതിൽ ഈ ഒരു പുസ്തകവുമായി നിൽക്കുന്ന ഒരാളാണ് ആർക്കേഞ്ചൽ മെറ്റട്രോൺ. അപ്പോൾ അത് അറിവിൻ്റെ ഒരു ഭണ്ഡാരമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ വായിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, ഇത് എനിക്കറിയാവുന്ന കാര്യമാണല്ലോ, ഇത് ഞാൻ നേരത്തെ എപ്പോഴോ പഠിച്ചിരുന്ന കാര്യമാണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം അത്രയധികം പഠിപ്പും വിവരവും അറിവും ഒക്കെ ഉള്ള ഒരാളായിരുന്നു നിങ്ങളെന്നുള്ളതാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവരിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അതൊരു സർവീസ് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ ബ്ലോക്ക് മാത്രം നിങ്ങളൊന്ന് നീക്കുക. ഇപ്പം നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം നിങ്ങളെ പുറകോട്ട് വലിക്കുന്നു. ഒരു 8 ഓഫ് സോർഡ്സിൻ്റെ ആണ്. നിങ്ങളെ ഒരു ഫ്രെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് പറ്റണില്ല. നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്, പക്ഷെ അത് അങ്ങോട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണില്ല. അത് നിങ്ങളൊന്ന് അതെങ്ങനെയെങ്കിലും അതിനൊന്ന് പുറത്ത് കിടക്കുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് വലിയ വീക്ഷണമുള്ള ആൾക്കാരാണ്, വലിയ ഗോളുള്ള ആൾക്കാരാണ്. പക്ഷെ അതിന് ബ്ലോക്കായിട്ട് നിൽക്കുന്ന സ്പിരിച്വലായിട്ടുള്ള എന്തോ ഒരു കാര്യവും പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പുറകോട്ട് വലിക്കുന്ന ആ തോട്ടും അത് നിങ്ങളൊന്ന് മാറ്റിക്കളയണം. നമുക്കതെന്താണെന്ന് ഒന്നുകൂടി നോക്കാം. ഹൈറഫൻ്റ് ആണ്. ഇതൊരു ചട്ടക്കൂടിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതും ഒരു ടീച്ചറിൻ്റെ എനർജിയാണ്. അപ്പം ഇത് ആൾറെഡി നിങ്ങളെന്ന് പറയുന്നത് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ജന്മം എടുത്തിരിക്കുന്നത്. അത് പല കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നിങ്ങളെ അതിന് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് എന്നാൽ അതിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങാനും നിങ്ങൾക്ക് പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് പറ്റും, ഞാനാണ് എൻ്റെ ബ്ലോക്ക്. ഇത് മറ്റാരെയും നമ്മൾ പഴി പറയേണ്ട ആവശ്യമില്ല. ഞാനാണ് എൻ്റെ ബ്ലോക്ക്. കാരണം ഇത് നിങ്ങളൊരു ഒരു ചാനലൊക്കെ തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് തന്നെ ഒരു യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഒരു ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം, നിങ്ങളുടെ അറിവുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കാര്യം കാണിക്കുന്നത്. ഇവിടെ ഒരു മൈക്കുണ്ട്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. പിന്നെ ഇത് മറ്റുള്ളവർക്ക് വഴി കാട്ടാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനത്തെ അത്രയും അറിവുള്ളൊരു സോളാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ തിരിച്ചറിഞ്ഞാൽ പോലും നിങ്ങളുടെ എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ടിൽ നിങ്ങളത് സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം അടുത്തെന്താണ്. പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ്. ആക്ഷൻ എടുക്കാനുള്ള മടി മാത്രമാണ് ഇപ്പം നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ പൂർണ്ണമായും നിങ്ങൾ മാറ്റി നിങ്ങൾ മുന്നോട്ട് വരിക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സോളിന് എന്ത് മെസ്സേജാണ് തരാനുള്ളതെന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. കാരണം ഇതിൽ മെഡിറ്റേഷൻ്റെ എനർജി ശരിക്കും വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഒരു 1 hour നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, പ്രാർത്ഥനകൾ, പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. കാരണം അത് നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു ഹീലിംഗ് എനർജിയാണ്. നിങ്ങൾക്കൊരു ഹീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾ.
പിന്നെ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓവർ ഗിവിങ് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. ആൾക്കാർക്ക് വെറുതെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും, അവിടെ നിന്ന് തിരിച്ചൊന്നും കിട്ടുകയും. പക്ഷേ അതിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷെ വിഷമമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്ത് പറയില്ല, എനിക്ക് അങ്ങനെ വേണം. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പുറത്തു പറയാൻ വയ്യ. നിങ്ങളെ തന്നെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഈ ഒരു ജന്മത്തിലും നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്ന് നിങ്ങൾ സ്വയം വിചാരിക്കുന്നു. അതാണ് കേട്ടോ, നിങ്ങൾ സ്വയം വിചാരിക്കുന്നു എന്നാണ് കാണുന്നത്. അതിൽ യഥാർത്ഥത്തിലൊരു സന്തോഷം നിങ്ങളുടെ സോളിനില്ല. നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടാൻ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറ്റുന്നില്ല. അപ്പോൾ ഇത് നമ്മളെ അറിയാവുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുമെന്ന് കരുതരുത്. അപ്പം നിങ്ങൾ യൂട്യൂബ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും എന്നാണ്. അത് നമുക്ക് നോക്കാം. ഒരു കാർഡ് കൂടി എടുക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ കിങ് ഓഫ് കപ്സ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാതെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇത് ഇമോഷൻസ് ഉണ്ടെങ്കിലും അത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം അത് ചിലപ്പോൾ ചില വ്യക്തികളോടായിരിക്കാം, അത് അല്ലെങ്കിൽ നമ്മളോടുള്ളൊരു കമ്മ്യൂണിക്കേഷനും അത്ര നിങ്ങൾക്കത് കണക്റ്റ് ആകുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പയൽ പറയുന്നത് നിങ്ങളോട് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളൊരു ഹീലിംഗ് എനർജി ഉള്ള ആളാണ്. ഇത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്നും കൊണ്ടുവന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ സോളിനുണ്ട്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ ഒന്ന് സ്വയം നമ്മൾ മറ്റാരും പ്രൊമോട്ട് ചെയ്യുമെന്നൊന്നും ചിന്തിക്കരുത്. നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സോൾ ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് മറ്റുള്ളവർക്കും ഒരുപാട് ഉപയോഗം ഉണ്ടാവും. നിങ്ങളിലൂടെ യൂണിവേഴ്സ് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് അത് വെച്ചിട്ടുള്ളത്. അപ്പം ആ ബ്ലോക്ക് നിങ്ങൾ സ്വയം മാറ്റുക എന്നുള്ളതാണ് ഈ സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണോ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. പറയുക നിങ്ങൾ ഏത് പൈലാണ് തിരഞ്ഞെടുത്തതെന്നോ ഒന്നുകൂടി പറയുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി തേർഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർ, ഈ ടർക്കോയിസ് എന്ന് പറയുന്ന ബ്ലൂ കളർ ബ്രേസ്ലെറ്റ് തിരഞ്ഞെടുത്ത ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്? പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തായിരുന്നു? ഈ ജന്മത്തിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്താണ്? നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എന്തായിരുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടോ? ദ ബുദ്ധ പ്രിപ്പയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല കാർഡാണല്ലോ. ദ ആർക്ക് ഓഫ് ദ കോവനന്റ് ആണ് വന്നിട്ടുള്ളത്. ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ് കാണുന്നത്. ബുദ്ധനാകാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളിൻ്റെ എനർജി നമുക്ക് നോക്കാം. ആർക്കേഞ്ചൽ റാഫേൽ, റിലേഷൻഷിപ്പ് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി, Six of Swords, Four of Coins, Nine of Wands, Emperor and Death. നോക്കാം. ഡെവിളാണ് ബോട്ടം വന്നിട്ടുള്ളത്. തേർഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർ ആദ്യം കിട്ടിയത് തന്നെ ബുദ്ധ പ്രിപ്പയേഴ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഇത് നിങ്ങളിലൊരു വലിയ പരിവർത്തനം സംഭവിക്കുന്നു എന്ന് പറയാട്ടോ.
ഒരു ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടെന്നാണ് ഈ ആർക്ക് ഓഫ് ദ കോവനന്റ് പറയുന്നത്. നിങ്ങളൊരു വളരെ വലിയ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടു. എന്നിട്ട് അത് എങ്ങനെയാണ് ശരിക്കും റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ, അത് ഒരുപാട് ജന്മങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു കാർമിക് ബോണ്ട് ഉണ്ടായിരിക്കാം. അത് തീരാതെ വീണ്ടും നിങ്ങൾ ഈ ഒരു ജന്മത്തിലെത്തി. കാരണം അത് ഡെവൽ പറയുന്ന അറ്റാച്ച്മെൻ്റ് ആണ്, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക്. അവർ നിങ്ങളെ ഒരുപാട് നിയന്ത്രിക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും തരാതെ നിങ്ങളെ അവർ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കും. ഇതിൽ നിങ്ങളാണ് ഇമോഷണലി ട്രാപ്ഡ് ആയിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് അവർ വിട്ടുപോകാൻ നിങ്ങൾക്ക് പറ്റാത്ത വണ്ണം നിങ്ങൾ ട്രാപ്പിലായിരിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇതിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കാം. നിങ്ങൾ ചിലപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അത് മാറിപ്പോകാൻ പറ്റുന്നില്ല. ഹൃദയത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഹൃദയത്തോട് ചേർത്തിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റിപ്പീറ്റായിട്ട് ഒരു വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എല്ലാ ജന്മങ്ങളിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ്. അത് എങ്ങനെയാണ് നിങ്ങളെ ഒരു ഡോമിനേഷൻ പവറുള്ള, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഈഗോ ഉള്ള ഒരു വ്യക്തി, അത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അതിനോട് നിങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അതിൽ നിന്ന് മാറിപ്പോവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, ഇത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അതിൽ നിന്ന് മാറിപ്പോവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കതിന് പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതിൽ നിങ്ങൾ ട്രാപ്ഡാണ്. ഇതിൽ നിങ്ങൾ ഈ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് കൂടിപ്പോയത് കൊണ്ടാണ് ഇതിൽ ട്രാപ്പിൽ പെട്ടുപോയി നിങ്ങളിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നത് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിക്കാനാണെന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ബുദ്ധ പ്രിപ്പയേഴ്സ്, നിങ്ങളെ ബുദ്ധനാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബുദ്ധനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത്. നിങ്ങളെ എൻ്റെയൊക്കെ കളയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഡെത്തും ഡെവിളും വന്നിട്ടുണ്ട്. നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റും നിങ്ങളുടെ ഈഗോയും പൂർണ്ണമായും എൻഡാക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ അതിൽ നിങ്ങളങ്ങ് ട്രാപ്ഡ് ആയിപ്പോയി. ഇത് കഴിഞ്ഞ ജന്മത്തിലും ആ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ആൾറെഡി ഒരു എൻലൈറ്റഡ് സോളാണെന്നുള്ളതാണ്. കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് പോയൊരു സോള് തന്നെയാണ്. ആ ഒരു പാത്തിലെത്തിയ ഒരു സോളാണെന്നുള്ളതാണ്. എൻലൈറ്റ്മെൻറ്റ് പൂർണ്ണമായും ചിലപ്പോൾ സംഭവിച്ചിട്ടില്ല എങ്കിലും അത് ഒരു കൃത്യമായിട്ടും അതങ്ങനെ തന്നെ ആ ഒരു പാത്തിലെത്തിയ ഒരു സോളാണ്. പക്ഷെ നിങ്ങൾ വിടാൻ പറ്റാത്ത എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞ ജന്മത്തിനും ഉള്ളത് കൊണ്ട് ബുദ്ധനൊന്നിലും അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ബുദ്ധനായാൽ നമ്മൾ ഒന്നിലും അറ്റാച്ച്ഡ് അല്ല. പക്ഷേ നിങ്ങൾ ആ ഒരു പാത്തിലാണെങ്കിലും നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എൻലൈറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വീണ്ടും ഈ ഒരു ജന്മത്തിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ അതിൽ അറ്റാച്ച്ഡ് ആയി. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ട് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സ്പെഷ്യലാണ് നിങ്ങൾ എന്ന്, മറ്റുള്ളവരിൽ നിന്നും ഒരു സ്പെഷ്യലാണെന്നും, നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആണെന്നും, ഈ ഒരു കാണുന്ന ആൾക്കാരൊക്കെ ബുദ്ധനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, നിങ്ങൾ ബുദ്ധനുമായിട്ട് കണക്റ്റഡ് ആണെന്നും. കുറേ ആൾക്കാർ ചിലപ്പം ഇത് ഒരു ബുദ്ധമത വിശ്വാസി ആയിരുന്നിരിക്കാം കഴിഞ്ഞ ജന്മത്തിൽ. ഈ ജന്മത്തിലും നിങ്ങൾ നേപ്പാളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. അതിൽ ബുദ്ധനിൽ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. ഈ ഒരു ആള് ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ ഇല്ലാതാക്കാനല്ല, നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, വലിയൊരു പരിവർത്തനം വരുത്താൻ വേണ്ടിയിട്ട് വന്ന ഒരു ഇതാണെന്നാണ് കാണുന്നത്. നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. നമുക്ക് നോക്കാം.
നമുക്കൊരു 2 കാർഡ് കൂടി ഇതിന്ന് എടുത്ത് നോക്കാം. കിങ് ഓഫ് സോർഡ്സ്, 6 ഓഫ് കോയിൻ. ഇതിൽ നമ്മൾ 6 ഓഫ് കോയിൻസും കിങ് ഓഫ് സോർഡ്സും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇതൊരു പാസ്റ്റ് ലൈഫിലെ ഒരു ഫുൾഫിൽ ചെയ്യാത്തൊരു ബന്ധമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതിന്ന് എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഈക്വൽ ആയിട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തോട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് കൂടി ഇതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പം റിലേഷൻഷിപ്പിൽ തന്നെ നിന്നാൽ നിങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഡെവിളായിരുന്നു. അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളൊരു ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. ഇതൊരു കാർമിക് ആയിട്ടുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നിങ്ങൾ പൂർണ്ണമായി ഈ വ്യക്തിയോട് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു ഫോർഗീവ്നെസ് കാണുമ്പോൾ തന്നെ ഇതിൽ കൂടുതലും ഇതൊരു കുടുംബ ബന്ധമായിട്ട് കാണുന്നില്ല കേട്ടോ. അങ്ങനെയല്ല കൂടുതലായിട്ട് കാണുന്നത്. പൂർണ്ണമായും എന്താണ് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലെയുള്ളൊരു കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ബന്ധം നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യിക്കാൻ വന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഫോർഗീവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ടോക്സിക് ആയിട്ടുള്ള ബന്ധമാണെന്ന് എന്തായാലും നിങ്ങൾക്കും അറിയാം. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോള് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ റിലേഷൻഷിപ്പ് വീണ്ടും റിപ്പീറ്റായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൂർണ്ണമായും ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് 3rd പൈൽ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ഒരു ചെറിയ റീഡിംഗ് ആണല്ലോ. അപ്പോൾ ഓരോ ഇൻസിഡൻറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓരോരുത്തരുടെയും ഓരോ ഇൻസിഡൻറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ഓരോ ജന്മത്തിലുണ്ടാവും. അപ്പം നമ്മൾ എത്രമാത്രം ജന്മങ്ങളുണ്ടോ അത്രയും മാത്രം ജന്മങ്ങളിലുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം നമുക്ക് കുറേശ്ശെ അത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.